നമസ്കാരം. ഹയർ സെക്കൻഡറി ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ പവർ എന്നീ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പല ആവശ്യങ്ങൾക്കായും നമ്മൾ ഈ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാറുണ്ട്. മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ചിലപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി പല രീതിയിൽ നമ്മൾ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ട്രാൻസിസ്റ്റർ ബയാസിംഗ്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷൻ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കും നമ്മൾ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാറുണ്ട്. പ്രധാനമായും രണ്ട് രീതിയിലാണ് നമ്മൾ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നത്: സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ആദ്യമായി സീരീസ് കോമ്പിനേഷൻ എന്താണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് റെസിസ്റ്റേഴ്സിനെ ഒന്നിനോടൊന്ന് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒന്നിലധികം റെസിസ്റ്റേഴ്സിനെ എൻഡ് ടു എൻഡായി കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ എത്ര റെസിസ്റ്റേഴ്സിനെ വേണമെങ്കിലും നമുക്ക് സീരീസായി കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്ര, അങ്ങനെ ഒരു സർക്യൂട്ടിൽ കൂടി കടന്നു പോകുന്ന കറണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ കണ്ടെത്താം, ഇതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനായി നമ്മളൊരു ഫെറ്റ് സിമുലേഷൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് R1, R2 എന്നീ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ ഒരു സീരീസ് കോമ്പിനേഷനാണ്. ഇവിടെ ഒന്നാമത്തെ റെസിസ്റ്റർ R1 2 ohms ആണ്, രണ്ടാമത്തെ റെസിസ്റ്റർ R2 5 ohmസുമാണ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കോമ്പിനേഷൻ അക്രോസായി നമ്മൾ 12 volts ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കൂടാതെ സർക്യൂട്ടിലൊരു സ്വിച്ചും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് പ്രവഹിക്കുന്ന, ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഈ രണ്ട് റെസിസ്റ്ററിൽ കൂടിയും കറണ്ട് ഒഴുകുന്നുണ്ട്. ഈ സർക്യൂട്ടിൽ കൂടി ഇപ്പോൾ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് പരിശോധിച്ചാലോ? ഒരു നോൺ കോൺടാക്റ്റ് അമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് റെസിസ്റ്ററിൽ കൂടിയും കടന്നു പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി നമ്മൾ ഈ നോൺ കോൺടാക്റ്റ് അമീറ്ററിനെ ഈ സർക്യൂട്ടിൽ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഈ സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന കറണ്ട് 1.71 ആംപിയർ ആണ് എന്ന് നമുക്കിവിടെ കാണാം. നമുക്ക് R1ൽ കൂടി ഒഴുകുന്ന കറണ്ട് പരിശോധിക്കാം. അതും 1.71 ആംപിയർ ആണ്. R2വിൽ കൂടി കടന്നു പോകുന്ന കറണ്ടും സെയിം ആണ്. അതായത് ഈ സർക്യൂട്ടിൽ എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് കറണ്ട് തന്നെയാണ് ഒഴുകുന്നതെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഇനി ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി നമുക്കൊരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കാം. ഇവിടെ ഒന്നാമത്തെ റെസിസ്റ്റർ ആയിട്ടുള്ള 2 ohm R1 2 ohm എന്ന ആ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 3.428 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് V1ൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് V1 = 3.428 വോൾട്ട് എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിസ്റ്റർ ആയിട്ടുള്ള R2ന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചാലോ? R2ന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2 നമുക്ക് കണ്ടെത്താം. രണ്ടാമത്തെ റെസിസ്റ്റർ R2 = 5 ohms എന്ന ആ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. അത് 8.569 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ കോമ്പിനേഷൻ അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കിയാലോ? നമുക്ക് കിട്ടുന്നത് 11.997 എന്നുള്ള വാല്യൂ ആണ്. അതായത് ഇറ്റ്സ് വെരി ക്ലോസ് ടു 12 volts. ഈ കോമ്പിനേഷന് അക്രോസായി നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് R1ന് അക്രോസായി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1ൻ്റെയും R2ന് അക്രോസായി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2ൻ്റെയും തുകയാണ്. ദാറ്റ് ഈസ് V = V1 + V2. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഓം നിയമം അനുസരിച്ച് V = I × R ആണ്. ഇപ്പോൾ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 എന്നത് V1 = I × R1 എന്ന് എഴുതാം.
അതുപോലെ R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2 എന്നത് I ഇൻറ്റു R2 എന്നും നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ദ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് ഈക്വൽസ് V ഈക്വൽസ് IR1 പ്ലസ് IR2 എന്ന് നമുക്ക് എഴുതാം. ദിസ് മേ ബി റിട്ടൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ കോമ്പിനേഷൻ അക്രോസ് ഉള്ള ആകെ വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇറ്റ് മേ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് ദ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ. അതായത് V ഈക്വൽസ് I ഇൻറ്റു R ഇക്വലൻറ്റ്. ദിസ് മേ ബി റിട്ടൺ ആസ് ഇക്വേഷൻ നമ്പർ 3. ഈ രണ്ട് ഇക്വേഷനെയും, ഇക്വേഷൻ നമ്പർ 2നെയും ഇക്വേഷൻ നമ്പർ 3നെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് IR ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2. ഈ രണ്ട് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും I കോമൺ ആയതുകൊണ്ട് വി മേ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. വി ഹാവ് R ഇക്വലൻറ്റ് ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവയുടെ റെസിസ്റ്റൻസ് വാല്യൂസ് നമ്മൾ പരസ്പരം ആഡ് ചെയ്താൽ മതി. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ 3 റെസിസ്റ്റേഴ്സാണ് നമ്മുടെ ഈ കോമ്പിനേഷനിലുള്ളതെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെയും നമുക്ക് ഈ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. V ഈക്വൽസ് V1 പ്ലസ് V2 പ്ലസ് V3. ഇവിടെ V1 എന്നത് R1 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, V2 എന്നത് R2 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, V3 എന്നത് R3 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ 3 വോൾട്ടേജിൻ്റെയും തുകയാണ് ആ കോമ്പിനേഷൻ അക്രോസ് ഉള്ള ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതിൽ നിന്ന് നമുക്ക് I ഇൻറ്റു R ഈക്വലൻറ്റ് ഈക്വൽസ് IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്ന് എഴുതാം. Therefore, the total equivalent resistance of this combination becomes R1 plus R2 plus R3. ഇനി ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് N റെസിസ്റ്റേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അതായത് R ഇക്വലൻറ്റ് ഈക്വൽസ് R1 പ്ലസ് R2 പ്ലസ് R3 എക്സെട്ര പ്ലസ് RN. ഈ രീതിയിൽ ഈ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷനെ പറ്റി വിശദമായി പഠിക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ 2 റെസിസ്റ്റേഴ്സ് പാരലായി കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ 2 റെസിസ്റ്റേഴ്സിൻ്റെയും അഗ്രങ്ങൾ പരസ്പരം കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒന്നിലധികം റെസിസ്റ്റേഴ്സിൻ്റെ അഗ്രങ്ങൾ കോമണായി അല്ലെങ്കിൽ പൊതുവായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ്, ഈ ഒരു രീതിയെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. എത്ര റെസിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സിൻ്റെ നെറ്റ്വർക്കിനെയോ നമുക്ക് പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, അതിൽ കൂടി ഒഴുകുന്ന കറണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി ഒരു ഫെറ്റ് സിമുലേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് R1, R2 എന്നീ 2 റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനാണ്. ഇവിടെ R1 നമ്മൾ മുൻപ് കണ്ട 2 ഓം റെസിസ്റ്റർ തന്നെ, R2 അതേ 5 ഓം റെസിസ്റ്റർ തന്നെ. ഈ പാരലൽ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുന്നതോടുകൂടി ഈ സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് ഒഴുകുന്നതായി നമുക്ക് കാണാം. ആദ്യമായി 2 റെസിസ്റ്റേഴ്സ് R1-ഉം R2-നും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിനായി ഈ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവയുടെ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 11.9 ആണ്. ഇറ്റ്സ് വെരി ക്ലോസ് ടു 12 വോൾട്ട്സ്. ഇതുപോലെ R2 എന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള നമ്മുടെ 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ R2 എന്ന നമ്മുടെ 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 11.98 ആണ്. ഇറ്റ്സ് വെരി ക്ലോസ് ടു 12. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 2 റെസിസ്റ്റർ R1, R2 എന്നീ 2 റെസിസ്റ്റേഴ്സിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആണ്. ദ സെയിം വോൾട്ടേജ് ഈസ് ബീങ് അപ്ലൈഡ് അക്രോസ് ബോത്ത് ദ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. ഇനി നമുക്ക് ഈ സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഒന്ന് പരിശോധിച്ചാലോ? നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ഒരു നോൺ കോൺടാക്റ്റ് അമീറ്റർ ഉപയോഗിച്ച് ഈ 2 റെസിസ്റ്ററിൽ കൂടിയും ഒഴുകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഒന്നാമത്തെ റെസിസ്റ്റർ R1 = 2 ഓം ആണ്.
ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. We see that the current flowing through the first resistor 2 ohm R1 is equal to 2 ohm is 5.99 amp. Now we will check the current flowing through the second resistor R2. ഇവിടെ ആ വാല്യൂ 2.40 ആംപിയർ ആണ്. ഇനി ഈ കോമ്പിനേഷനിൽ കൂടി ഒഴുകുന്ന ആകെ കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ? നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാം, ഈ കോമ്പിനേഷനിൽ കൂടി ഒഴുകുന്ന ആകെ കറണ്ട് 8.39 ആംപിയർ ആണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോമ്പിനേഷൻ ഈസ് ദ സം ഓഫ് കറണ്ട്സ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. ഇവിടെ ഈ കോമ്പിനേഷനിലെ ആകെ കറണ്ട് I എന്നത് I ഈക്വൽസ് I1 പ്ലസ് I2 എന്ന് നമുക്ക് എഴുതാം. I1 is the current flowing through the resistance R1 and I2 is the current flowing through the resistor R2. Here the total current flowing through the combination may be written as I equals I1 plus I2. ഓം നിയമം അനുസരിച്ച് I is equal to V by R ആണ്. അങ്ങനെയെങ്കിൽ the current I1 may be written as I1 equals V by R1. അതുപോലെ രണ്ടാമത്തെ റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട് I2 ഈക്വൽസ് V by R2 ആണ്. ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ദ ടോട്ടൽ കറണ്ട് I ഈക്വൽസ് V by R1 പ്ലസ് V by R2 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ കോമ്പിനേഷനിൽ കൂടി ഒഴുകുന്ന ആകെ കറണ്ട് I എന്നത് ഈ കോമ്പിനേഷനിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന V എന്ന വോൾട്ടേജിനെ ആ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അതായത് I ഈക്വൽസ് V ഡിവൈഡഡ് ബൈ R ഇക്വലൻറ്റ്. ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. കമ്പയറിംഗ് ഇക്വേഷൻസ് 1 ആൻഡ് 2 we will get V by R equivalent equals V by R1 plus V by R2. Since V is common on both left hand side and right hand side, dividing both sides by V, we will get 1 by R equivalent is equal to 1 by R1 plus 1 by R2. ഇങ്ങനെ R1, R2 എന്നീ രണ്ട് റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല 1 by R equivalent is equal to 1 by R1 plus 1 by R2 ആണ്. ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ 3 റെസിസ്റ്റേഴ്സിനെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നതെങ്കിലോ? ഇവിടെ ഈ സർക്യൂട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് I ഈക്വൽസ് I1 പ്ലസ് I2 പ്ലസ് I3 ആണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ V ഡിവൈഡഡ് ബൈ R ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു V ബൈ R1 പ്ലസ് V ബൈ R2 പ്ലസ് V ബൈ R3 എന്നാണ്. അതായത് 1 ബൈ R ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. ഇനി ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് N റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്? തീർച്ചയായും അത് 1 ബൈ R ഇക്വലൻറ്റ് ഈക്വൽസ് 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ RN ആയിരിക്കും. റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ പഠിച്ച അറിവുകൾ ശരിയാണോ എന്ന് നമുക്കൊരു ചെറിയൊരു പരീക്ഷണത്തിലൂടെ പരിശോധിച്ച് നോക്കാം. ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്ന് R1, ഇത് R2. ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററിൽ കാണാം. അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിൻ്റെ R1 വാല്യൂ 100 ohms ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ R1 ഈസ് ഈക്വൽ ടു 100 ohms. രണ്ടാമത്തെ റെസിസ്റ്റർ ഇവിടെ കാണുന്നുണ്ട് R2. ഇതിൻ്റെ വാല്യൂ നമുക്ക് പരിശോധിച്ച് നോക്കാം. R2 ഈസ് ഈക്വൽ ടു 268 ohms ആണ്. അതായത് R1 ഈക്വൽസ് 100 ohms, R2 ഈക്വൽസ് 268 ohms ആണ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെയും നമ്മൾ സീരീസായി കമ്പൈൻ ചെയ്യുകയാണ്. സീരീസായി കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് അഗ്രങ്ങളും നമ്മൾ എൻഡ് ടു എൻഡായി കണക്ട് ചെയ്യുന്നു. ഇനി ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. R1, R2 എന്നീ രണ്ട് റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസായി കമ്പൈൻ ചെയ്തു. R1 100 ohm ആയിരുന്നു, R2 268 ohms ആയിരുന്നു. തിയററ്റിക്കലായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്
368 ഓംസ് ആയിരുന്നു. നമുക്ക് എക്സ്പെരിമെൻ്റലി കിട്ടിയ വാല്യൂവും കൃത്യമായും 368 ഓം എന്ന് തന്നെയാണ്. അതായത് നമ്മൾ പഠിച്ച ആ ഒരു തിയറി നമ്മളിവിടെ കൃത്യമായി വെരിഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. ഈ പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് കിട്ടുന്നത് 73 ഓംസ് ആണ്. രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R ഇക്വലൻ്റ് ഈക്വൽസ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നാണ്. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെയും പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് കിട്ടുന്നത് 73 ഓംസ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ്പെരിമെൻ്റലി കിട്ടിയ വാല്യൂ 73 ഓംസ് തന്നെയാണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ പഠിച്ച ആ ഒരു തിയറി ഇവിടെ വളരെ വിജയകരമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു മിക്സഡ് കോമ്പിനേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് 3 റെസിസ്റ്റേഴ്സ് കാണാം, R1, R2, R3. ഇതിൽ R2, R3 എന്നീ രണ്ട് റെസിസ്റ്റേഴ്സും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പാരലൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ R1 എന്ന റെസിസ്റ്ററുമായി സീരീസ് ആയിട്ടും ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സഡ് കോമ്പിനേഷൻസിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഈ ഒരു കോമ്പിനേഷനെ അല്പം സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അതിനായി R2, R3 ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെയും ഈക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടെത്തണം. ആ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് R23 ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/R2 പ്ലസ് 1/R3 ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് R23 ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഈ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാം. ഇപ്പോൾ ഈ സർക്യൂട്ട് R1, R23 ഈക്വലൻ്റ് എന്നീ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ ഒരു സീരീസ് കോമ്പിനേഷനായി ലഘൂകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കോമ്പിനേഷൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിനായി R1, R23 ഈക്വലൻ്റ് എന്നീ രണ്ട് റെസിസ്റ്റൻസ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ എൻറ്റയർ സർക്യൂട്ട് R123 ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R23 ഈക്വലൻ്റ്. ഇനി ഈ നെറ്റ്വർക്കിനെ ഒരു ബാറ്ററിയുമായി ഘടിപ്പിച്ചിരിക്കുന്നത് വിചാരിക്കുക. അതായത് എക്കും സിക്കും ഇടയിലായി നാം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുന്നെന്നിരിക്കട്ടെ. എന്തായിരിക്കും ഈ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട്? നമുക്കറിയാം ഓം നിയമം അനുസരിച്ച് I ഈക്വൽസ് V/R ആണ്. ഇവിടെ R എന്നത് സർക്യൂട്ടിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ I ഈക്വൽസ് V/R ഈക്വലൻ്റ് ആണ്. ദെർഫോർ I ഈക്വൽസ് V/R1 പ്ലസ് R23 ഈക്വലൻ്റ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. ഈ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ I ഈക്വൽസ് V ഇൻറ്റു R2 പ്ലസ് R3 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3 എന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിൽ വളരെ സങ്കീർണമായ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ ലഘൂകരിച്ച് അവയുടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടെത്തുകയും അതിൽ കൂടി ഒഴുകുന്ന ഇലക്ട്രിക്കൽ കറണ്ട് നമുക്ക് മെഷർ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇത്രയും സമയം റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും വിശദമായി പഠിച്ചു. നമ്മളിപ്പോൾ നേടിയ ആ ഒരു അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഡിറ്റർമൈൻ ദ കറണ്ട് ഡ്രോൺ ഫ്രം എ 12 വോൾട്ട് ബാറ്ററി ബൈ എ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് ഷോൺ ബിലോ. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം കാണുന്നുണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 1 ഓം 2 ഓം ഇവയുടെ ഒരു കോമ്പിനേഷനാണിത്. ഈ ഒരു കോമ്പിനേഷനുമായി ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം സർക്യൂട്ടുകൾ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഒരു സിമ്പിളായിട്ടുള്ള ഇക്വലൻ്റ് സർക്യൂട്ടായി വരയ്ക്കാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പോൾ ഒരേപോലെയുള്ള 4 യൂണിറ്റുകളുടെ ഒരു റെപ്പറ്റീഷനാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്. ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, ആദ്യത്തെ യൂണിറ്റിൽ 2 1 ഓം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ 2 2 ഓം റെസിസ്റ്റേഴ്സും സീരീസായി ഘടിപ്പിച്ചിരിക്കുന്നു. ആ 2 സീരീസ് കോമ്പിനേഷൻസും
പാരലായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ആ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിനെ അവതരിപ്പിക്കാം. ഒന്നാമത്തെ യൂണിറ്റിലെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് 1/R = 1/2 + 1/4. ദാറ്റ് ഈസ് ദ R വാല്യൂ ഈസ് ഈക്വൽ ടു 4/3 ഓം. അപ്പോൾ ഇങ്ങനെ 4 യൂണിറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ സർക്യൂട്ടിലെ ആകെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വാല്യൂവിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ടോട്ടൽ R equivalent ഈക്വൽ ടു 16/3 ohms. ഇനി നമുക്ക് ഈ സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ദ കറണ്ട് ത്രൂ ദ നെറ്റ്വർക്ക് ഈക്വൽസ് V/R equivalent. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 16/3. നമ്മൾ ഈ കാൽക്കുലേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന ആകെ കറണ്ട് എന്ന് പറയുന്നത് I = 2.25 ആംപിയർ ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ റെസിസ്റ്റേഴ്സിനെ സീരീസായും പാരലായും കണക്ട് ചെയ്യാം, അവയുടെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഒരു അസൈൻമെൻറ്റാണ്. ആ അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്യുക. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. യു ആർ സപ്ലൈഡ് വിത്ത് റെസിസ്റ്റേഴ്സ് 100 ohm, 200 ohm and 300 ohms. Make a 150 ohm resistor by suitably combining them. നിങ്ങൾക്ക് 100 ohm, 200, 300 ohms റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 150 ohm റെസിസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ റെസിസ്റ്റേഴ്സിനെ സീരീസായും പാരലായും കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ആ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, അത് കണ്ടെത്താനുള്ള ഫോർമുല എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്നിലധികം റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ അവയുടെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, ആ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്നത് ആ കോമ്പിനേഷനിലുള്ള ഓരോ റെസിസ്റ്ററിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂസിൻ്റെ സമ്മാണ്. അതായത് ഫോർ n റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ദ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഈസ് R equivalent equals R1 plus R2 plus R3 plus etc. plus Rn. If we connect n resistors in parallel, the equivalent resistance is 1/R equivalent equals 1/R1 plus 1/R2 plus etc. plus 1/Rn. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.